കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ക്ഷമ ചോദിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നാട്ടിൽ പോലീസ് സ്റ്റേഷനും കോടതിയും നീതിന്യായ വ്യവസ്ഥയും നിലനിൽക്കുന്നു. എന്തിനാകാം? നീതി നടപ്പാക്കാൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ. പക്ഷേ അതിന് ഇവയെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നു, നാട്ടിൽ ഇവയുടെ ഒന്നും ആവശ്യമുണ്ടാവില്ല. എല്ലാവരിലും ഒരു ശീലമുണ്ടായാൽ എന്താണെന്നല്ലേ? ക്ഷമ ചോദിക്കാനുള്ള ഒരു സന്മനസ്. പക്ഷെ ആരെങ്കിലും അതിന് മുന്നോട്ട് വരുമോ? ഇല്ല. ക്ഷമ പറയാനും ക്ഷമ ചോദിക്കാനും നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അത് വലിയ കുറച്ചിലായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ മറ്റുള്ളവരോട് തർക്കിക്കാനും നാം മിടുക്കരാണ്. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന പല തെറ്റുകളും അതിലൂടെയുള്ള കേസുകളും പ്രത്യേകിച്ച് വിവാഹമോചനങ്ങളും. പക്ഷേ നമ്മുടെ ഈഗോ അതിനനുവദിക്കുന്നില്ല. നാം തിരിച്ചവരോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ക്ഷമ ചോദിക്കൽ നമുക്ക് ബാധകവുമല്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനുമുള്ള ഹൃദയവിശാലതയുടെ വാതിൽ നാം കൊട്ടിയടച്ചിട്ടാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ വാതിൽ മറക്കെ തുറന്നിടണമെന്ന് ആവശ്യപ്പെടുന്നതും നാം തന്നെയാണ്. വ്യക്തിത്വമുണ്ടെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ചേർന്നതാണോ ഈ നിലപാടുകൾ? ക്ഷമ ചോദിക്കുമ്പോൾ നാം ആരോടാണോ ക്ഷമ ചോദിക്കുന്നത്, ആ വ്യക്തിയല്ല, നാം തന്നെയാണ് വലിയ മനുഷ്യനായിത്തീരുന്നത്. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ശീലമുള്ള ഒരു ജനതയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. ചെറുപ്പത്തിലെ മക്കളെ ക്ഷമ ചോദിക്കാനും നന്ദി പറയാനും ശീലിപ്പിക്കണം. സോറി, താങ്ക്സ്, എക്സ്ക്യൂസ് മീ എന്നിവ ഇംഗ്ലീഷ് പദങ്ങളാണെങ്കിലും അതിന്റെ മഹത്വം വളരെ വലുതാണ്. മക്കളെ ചെറുപ്രായത്തിലെ ആ വാക്കുകൾ പഠിപ്പിച്ചെടുക്കണം. വെറുതെ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, നിങ്ങളും അത് പ്രാവർത്തികമാക്കണം. മക്കളെ അകാരണമായിട്ടൊന്ന് അടിച്ചുപോയാൽ, വഴക്ക് പറഞ്ഞു പോയാൽ നിങ്ങൾ തന്നെ സോറി പറയുക. ഇത് മനസ്സിലാക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിലും ആ സ്വഭാവം തുടരുക തന്നെ ചെയ്യും. പലപ്പോഴും നമുക്ക് വില്ലനായി വരുന്നത് നമ്മിലെ കോപമാണ്. കോപം നമ്മുടെ മാനസിക നില തകരാറിലാക്കും. അരുതാത്തതെല്ലാം പറഞ്ഞുപോയി എന്ന് വരാം. അതിനാൽ കോപമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മിലെ സന്തോഷം തട്ടിപ്പറിച്ചെടുക്കുന്ന ശത്രുവാണ് കോപം. കോപത്തിന്റെ അന്ത്യം എന്താണ്? സന്തോഷമാണോ? വിജയമാണോ? അങ്ങനെ ഒന്നും ആയിരിക്കില്ല. കോപത്തിന്റെ അന്ത്യം പശ്ചാത്താപമാണ്. അതിനാൽ കോപമുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി ഒഴിവാക്കുക. അപ്പോൾ അശുഭകരമായ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകുകയില്ല. ക്ഷമ ചോദിക്കേണ്ടിയും വരില്ല. ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തുണ്ടായാൽ ക്ഷമ ചോദിക്കാനും മടിക്കരുത്. അതിന് സന്മനസ്സുള്ളവരായി നമുക്ക് മാറാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.